ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചിക്കോസ് വണ്ടർ വേൾഡ്. നമ്മൾ ഇന്ന് കാട്ടിലെ ഒരു പുതിയ കൂട്ടുകാരനെ പരിചയപ്പെടാൻ പോവുക. ഒരു 30 വർഷമായിട്ടുള്ളൂ നമ്മൾ ഇവനെ അറിഞ്ഞു തുടങ്ങിയിട്ട്. ആ കഥ ഞാൻ ഇന്ന് കൂട്ടുകാർക്ക് പറഞ്ഞു തരാം. അങ്ങ് ദൂരെ വിയറ്റ്നാം, ലാവോസ് എന്നീ രാജ്യങ്ങളുടെ അടുത്ത് വലിയൊരു മലയുണ്ട്. കൊടും കാടാണ് അവിടെ. ഒരു ദിവസം കുറച്ച് ഫോറസ്റ്റ് ഓഫീസേഴ്സ് അവിടെ സർവേ നടത്തുമായിരുന്നു. അപ്പോൾ അവരൊരു ഹണ്ടറിനെ കണ്ടു. ഹണ്ടറുടെ കയ്യിലുള്ള തലയോട്ടി കണ്ട് അവർ ഞെട്ടി. ഇതായിരുന്നു ആ തലയോട്ടി. അവർ ഞെട്ടാൻ കാരണം അതൊന്നുമല്ല, ഇങ്ങനത്തെ കൊമ്പ് അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കാഴ്ചയിൽ ഒരു മാനിൻ്റെ കൊമ്പായിട്ടാണ് അവർക്ക് ആദ്യം തോന്നിയത്. പക്ഷേ കൂടുതൽ പഠിച്ചപ്പോൾ അവർക്ക് വേറൊരു കാര്യം മനസ്സിലായി. ഇത് മാനിൻ്റെ അല്ല, വേറൊരു ജീവിൻ്റെ ആണെന്ന്. ആരും കണ്ടിട്ടില്ലാത്ത ഈ ജീവനെ കണ്ടുപിടിക്കാൻ അവർ കാട്ടിലെല്ലാം ക്യാമറാസ് വെച്ചു. അങ്ങനെ കിട്ടിയ ഫോട്ടോ കണ്ട് അവർ ഞെട്ടിപ്പോയി. ഇതെന്ത് ജീവി? ഇവർ പക്ഷേ മാനിൻ്റെ ഫാമിലി അല്ല, കന്നുകാലി ഫാമിലിയാണ്. ആ നാട്ടുകാർ ആ ജീവി കിട്ടിയിരുന്ന പേരാണ് സൗല. ഇവർക്ക് വേറൊരു പേരുമുണ്ട്, ഏഷ്യൻ യൂണിക്കോൺ. എന്തുകൊണ്ടാണ് ഈ യൂണിക്കോൺ എന്ന് വിളിക്കുന്നത് ഞാൻ ഇന്ന് പറഞ്ഞുതരാം. ഒരു കാരണം എന്താണെന്ന് അറിയാമോ? ഇവരെ മനുഷ്യന്മാരാരും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു കഥയാണെന്ന് എല്ലാവർക്കും തോന്നി. നമ്മുടെ യൂണിക്കോണുകളും കഥയിൽ മാത്രമല്ലേ ഉള്ളത്. ക്യാമറയിൽ അപൂർവമായിട്ടാണ് ഇവരുടെ ഫോട്ടോ കിട്ടിയിരുന്നത്. കാടിന് പുറത്തേക്ക് ഇവർ വരാറേ ഇല്ല. എന്തിനെ ഒരു ശബ്ദം പോലും ഇവർ കേൾപ്പിക്കാറില്ല. അത്രയ്ക്ക് രഹസ്യമായിട്ടാണ് ഇവർ കാട്ടിൽ ജീവിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർ വിചാരിക്കും, കാട്ടിൽ പോയി നോക്കിയാൽ പോരെ, ഇവരെ കാണാമല്ലോ എന്ന്. പക്ഷെ എന്താണെന്ന് അറിയോ കാരണം? അവർ താമസിക്കുന്ന കാട് തന്നെ കുത്തനെയുള്ള ഇറക്കങ്ങളും ചെരിവുകളും എല്ലാമുള്ള കൊടും കാടാണത്. മനുഷ്യർ അങ്ങോട്ട് പോവുക അത്ര എളുപ്പമല്ല. ഇവർക്ക് ചെറിയ വാലും നീണ്ട നാവുമുണ്ട്. അത്രയുമല്ല, നല്ല കൂർത്ത കൊമ്പുകളും. ഇവരുടെ കൊമ്പുകൾ സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കൊമ്പായിട്ടേ തോന്നുള്ളൂ. യൂണിക്കോൺ എന്ന് പേര് കിട്ടാൻ ഒരു കാരണമാണ്. വളരെ അപൂർവമായി സൗലയെ വേട്ടക്കാരുടെ കെണിയിൽ കിട്ടിയിട്ടുണ്ട്. സൗലയെ പിടിക്കാൻ വെക്കുന്ന കെണിയല്ല, മറ്റു മൃഗങ്ങളെ പിടിക്കാൻ വെച്ചതാണ്. പക്ഷേ സൗല അതിൽ കുടുങ്ങും. കാടിന് പുറത്ത് അവർക്ക് അധികം കാലം ജീവിക്കാൻ പറ്റില്ല, കാരണം അവർ ചത്തുപോകും. അതുകൊണ്ട് തന്നെ ഇവരെ പിടിച്ചു കൊണ്ടുവന്ന് സംരക്ഷിക്കാനോ പഠിക്കാനോ പറ്റില്ല. അവരുടെ കാട്ടിനുള്ളിലെ ഇലകളും ചെടികളും മാത്രമേ അവർക്ക് തിന്നാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് കാടിന് പുറത്ത് സർവൈവ് ചെയ്യാൻ പറ്റില്ല. സൗലകളിൽ ആണിനും പെണ്ണിനും വലിയ കൊമ്പുകളുണ്ട്. കുഞ്ഞായിരിക്കുമ്പോൾ ചെറിയ കൊമ്പാണെന്ന് മാത്രം. 2013 അവസാനമായ ഒരു സൗല ക്യാമറയിൽ പതിഞ്ഞത്. എത്ര സൗലകൾ ജീവിച്ചിരിപ്പുണ്ടെന്ന് ആർക്കും അറിയില്ല. 50 താഴെ എന്നാണ് സയൻറ്റിസ്റ്റ് പറയുന്നത്. സൗലകളെ പ്രൊട്ടക്റ്റ് ചെയ്യാനായി ഒരു ഫൗണ്ടേഷൻ അവിടെ ഉണ്ട്. അവർ സൗലകളെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് രക്ഷിക്കേണ്ടതെന്നുള്ള പഠനവും. അപ്പോൾ എങ്ങനെയാണ് കൂട്ടുകാർക്ക് കാട്ടിൽ രഹസ്യമായിട്ട് ജീവിക്കുന്ന ഈ കൂട്ടുകാരനെ ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ബൈ ബൈ ഫ്രം ചിക്കോസ് വണ്ടർ വേൾഡ്.